എവിടേക്കാണ് 3 പേരും കൂടി? കടയിൽ പോവാ. ഒന്നും പറയണ്ട എന്റെ യാസുവേ. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മുട്ട എടുത്തിട്ട് വെളിയിൽ വെച്ച മാത്രമേ എനിക്കറിയാം. എന്തേ കാണാണ്ട് പോയോ? ആയിഷു അത് 3ഉം പൊട്ടിച്ചാൻറ്റി. അശ്വടി കാന്താരി, എന്തുട്ടാ പൊട്ടിച്ചത്? അതിനകത്തെ കോഴിക്കുഞ്ഞുണ്ടോന്ന് നോക്കാനാ. ആ, നല്ല കാര്യം. ഇനിയിപ്പൊ അങ്ങോട്ട് ചെല്ലുമ്പോ അച്ഛന്റെ വഴക്ക് കേക്കാലോ. അച്ഛൻ ഒന്നും പറയില്ല. എന്താ അത്ര ഉറപ്പ്? ആ, അതവള് പറഞ്ഞ കാര്യണ്ട് കേട്ടാ. അച്ഛന്മാർക്ക് പെൺമക്കളോട് ഇത്തിരി സ്നേഹം കൂടുതലാണ്. അപ്പൊ അച്ഛനാണല്ലേ കാന്താരിനെ വശനാക്കണേ. ഇപ്പൊ എനിക്ക് മനസ്സിലായിട്ടാ. പക്ഷേ അമ്മ വഴക്ക് പറഞ്ഞു. ഓ കല്ലുവേ, കുട്ടീനെ വഴക്ക് പറഞ്ഞോ? ആ, പറഞ്ഞിട്ട് ഇപ്പാട് പറയാണ്ടിരുന്നിരുന്നെങ്കിൽ എന്തായിരുന്നേനെ കഥ? രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴേ കഴുത്തിന് മേലില്ലേ തല കാണില്ല. അത് ഞാൻ എവിടെ കൊണ്ടുപോവാനാ? ആവോ, എനിക്കറിയില്ല. വല്ല ഫുട്ബോൾ കളിക്കാനും കൊണ്ടുപോയിന്നിരിക്കും. അങ്ങനൊന്നും പറയല്ലേ കല്ലുവേ. സപ്പോർട്ടിനെ ഇപ്പൊ ആളുകൾ കൂടുതലായോണ്ടാണ് ഇവളിങ്ങനെ വഷളാവണേ. ഇപ്പൊ ഇവക്ക് 4 വയസ്സല്ലേ ആയിട്ടുള്ളൂ. തിരിച്ചറിവാകുമ്പോഴേ ഇതൊക്കെ നിങ്ങൾ പറഞ്ഞു നോക്ക്. ചമ്മി ഇരിക്കണത് കാണാം. ഞാൻ ചമ്മില്ല. എന്താത്ര ഉറപ്പ്? ആന്റി, അവള് പറയണത് കാര്യാട്ടാ. അവക്ക് തൊലിക്കട്ടി ഇത്തിരി കൂടുതലാണ്. കഴിഞ്ഞ ദിവസം മഴയും തണുപ്പും പിടിച്ചിരുന്നപ്പോഴേ പാർക്കിൽ പോണെന്ന് പറഞ്ഞ് ഇറങ്ങാൻ പോയിരിക്കണു ഇവള്. ഇനി പാർക്ക് വേണ്ട, റിസോർട്ട് മതി. മഴക്കാലത്തെ റിസോർട്ടിലൊക്കെ പോണത് സൂക്ഷിക്കണം. കേട്ടില്ലേ ഓരോ സ്ഥലത്ത് ഉരുൾപൊട്ടലിന്റെ കാര്യമൊക്കെ? ഒവ് കേക്കണതേ നെഞ്ചു പൊടിയും. സത്യം, പടച്ചോന്റെ തീരുമാനം എന്താന്ന് നമുക്കറിയില്ലാലോ. നാളത്തെ ദിവസം എന്താ നടക്കാൻ പോണേന്ന് പോലും ഒരു മനുഷ്യനറിയില്ല. അതല്ലേ ജീവിതം. നാളെ എന്താ നടക്കാൻ പോണേന്ന് എനിക്കറിയാം. അതെന്താ നടക്കാൻ പോണേ? മഴയില്ലെങ്കിൽ നാളെ സ്കൂളിൽ കൊണ്ടുപോകും. അതന്നെ. ആ, അവക്ക് അക്കാര്യം മാത്രമേ ചിന്തയുള്ളൂ. അക്കാര്യം മാത്രമല്ല, എങ്ങനെ പോവാതിരിക്കാന്നും ചിന്തയുണ്ട്. ആ, പിന്നെ നിങ്ങൾ കേട്ടിരുന്നോ ഇന്നലെ ആ പോലീസുകാരന്റെ വീട്ടിലെ എന്തൊക്കെയോ ഒച്ചയും ബഹളവും ഉണ്ടായിരുന്നു? ഇല്ല, എന്തേ? ഓ, അപ്പൊ അവിടെ വരെ സൗണ്ട് എത്തില്ല എന്നാ തോന്നണേ അല്ലേ? ആയിരിക്കും, ഞങ്ങളൊന്നും കേട്ടില്ല. എനിക്കറിയില്ല. ആ നീയുടെ ബഹളവും കരച്ചിലും ഒക്കെ കേൾക്കണുണ്ടായിരുന്നു. അയാള് എന്തോ എറിഞ്ഞുടക്കണേന്റെ സൗണ്ട് കേട്ടിട്ടുണ്ട്. ഓ, അതായിരിക്കും ഇന്ന് കുട്ടികളെ രഘുവേട്ടൻ കൊണ്ടുപോകുമോന്ന് നീയെ ചോദിച്ചിരുന്നു. അപ്പോ രഘുവാണോ സ്കൂളിൽ കൊണ്ടുപോയത്? ഇല്ല, ഇന്ന് അവധിയാണെന്നേ നീ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്നാ എനിക്ക് തോന്നണേ. മോളെ, അങ്ങനെ പറയാൻ പാടില്ല. കുട്ടിയോടെ മനസ്സിൽ കള്ളയില്ല. അവര് പറയും. എന്തേ മോളെ, എന്താ പറ്റിയത്? അവിടെ ചെന്നപ്പോ അങ്കിളിനെ ഇഷ്ടായില്ല. ഓ, അക്കാര്യം അത് ഞങ്ങൾ എപ്പോഴേ അറിഞ്ഞതല്ലേ. പക്ഷെ ചില നേരത്ത് നല്ല സ്വഭാവട്ടാ. എന്താ ഉറപ്പ്? ഒരു ദിവസം അയാൾ നടക്കാനിറങ്ങിയപ്പോ മുജീബിക്ക് വഴിയിൽ വെച്ച് കണ്ടിരുന്നു. അപ്പോ അയൽക്കാരാണ് നമ്മളൊക്കെ അല്ലേ എന്നൊക്കെ ചോദിച്ചു അത്രേ. എന്നിട്ട് 1.5 മണിക്കൂർ മുജീബിക്കായിട്ട് സംസാരിച്ച് നിന്നു. ആന്റണിയാണോ? വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. പക്ഷെ അതിന്റെ അടുത്ത ദിവസം കണ്ടപ്പോ കടവത്ത് വെച്ച് കണ്ട പരിചയം പോലും കാട്ടിയില്ല. ഇനി വട്ടാണോ ആന്റി? എന്റെ മോളെ, വേണ്ടാത്തൊന്നും പറയണ്ടാട്ടാ. അതൊക്കെ പോട്ടെ, മുട്ടയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് കുറച്ച് താറാമുട്ടകളുണ്ട് വിൽക്കാനായിട്ട്. അവിടെ കൊണ്ടുവന്ന് എടുക്കുമായിരിക്കുമല്ലോ അല്ലേ? അവിടെന്ന് വെച്ചാല് കടയിലാണോ? അതെ. എന്താ സംശയം? കടയിലും എടുക്കും, നമ്മുടെ വീട്ടിലും എടുക്കും. താറാമുട്ട കഴിക്കോ കുട്ടിയോള്? അല്ല, അതിന്റെ സ്മെല്ല് ചിലർക്ക് പിടിക്കില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഓ, അതൊന്നും ഞങ്ങക്ക് പ്രശ്നമില്ല. എന്നാ ഇവിടെ നിന്നോളൂ, ഇപ്പൊ തന്നെ ഞാൻ എടുത്തിട്ട് വരാം. കൊണ്ടുവന്നോളൂ. അപ്പൊ ഒരു പോക്ക് ഒഴിവായി. എന്തേ? അല്ല, ഇനിയിപ്പൊ കട വരെ പോണ്ടല്ലോ, ഇവിടുന്ന് വാങ്ങിട്ട് പോവാലോ. ആ, പിന്നെ കാന്താരി, താറാ കുഞ്ഞുങ്ങൾ കാണുമെന്ന് നോക്കാനായിട്ട് ഇനി മുട്ട പൊട്ടിക്കരുത് കേട്ടാ. പൊട്ടിക്കും. ഇല്ല. കള്ളിക്കുട്ടി. ആന്റി, മുട്ട കൊണ്ടുവരുന്നതിന് മുമ്പ് ഞാൻ